ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളൊരു വിഷനായത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന എന്ന് വെച്ചാൽ ഞങ്ങളിലേക്ക് എത്തും ടു മേക്ക് എവരി വൺ ഹു റീച്ചസ് ഹാപ്പിയർ. ഞങ്ങളിലേക്ക് എത്തുന്ന ആളുകളെ പരമാവധി ഒരാളെ ഹാപ്പി ആക്കുക എന്ന് വളരെ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ നമ്മൾ പറയുന്ന പരമാവധി എന്ന് പറയും മാക്സിമം അവരെ ഹാപ്പി ആക്കി നിർത്തുക എന്നുള്ളതാണ് നമ്മൾ വെച്ചുള്ളൊരു അതിലേക്കുള്ളൊരു മോട്ടിവേറ്റ് ചെയ്തത്. ഞാൻ ഈ പ്രസൻറ്റേഷനിൽ ഒരു ബിസിനസ് ഓണർ പരിചയപ്പെടുത്താണ്. മിസ്റ്റർ രാമേട്ടൻ എന്ന് പറയുന്നത്. രാമേട്ടൻ നമ്മളെല്ലാവരിലും ഉള്ള ഒരാളാണ്. രാമേട്ടൻ വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്. ഒരുപാട് കാലമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു സൂപ്പർ കമ്പ്യൂട്ടറാണ്. ആളുടെ മൈൻഡിലാണ് എല്ലാ കാര്യങ്ങളും വെച്ചത്. ആൾക്കറിയാൻ പറ്റും ആളുടെ ബിസിനസ്സിലുള്ള ലാഭങ്ങൾ, നഷ്ടങ്ങൾ, ആർക്ക് പൈസ കൊടുക്കാനുണ്ട്, ആരെയൊന്ന് കിട്ടാണ്ട് എന്നുള്ള കാര്യമൊക്കെ ആളുടെ മൈൻഡിലാണ്. ആൾക്ക് കുറച്ച് സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും, പക്ഷെ സ്റ്റാഫ് എല്ലാം അയാൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടാവും. ആളുടെ മൈൻഡാണ്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ആളുടെ ഗ്രോത്ത് ഒക്കെ ആളുടെ കണക്ഷൻസ് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ആൾ ചെയ്തുള്ള വർക്ക് വെച്ചുകൊണ്ടാണ്. ആൾക്കൊരു ലിമിറ്റഡ് എക്സ്പെൻസ് ഉള്ളൂ. കാരണം ആളാണ് ഓൾമോസ്റ്റ് എല്ലാ കാര്യം ചെയ്യുക. കുറച്ച് ആളുകളുണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയെങ്കിലും ആൾ തന്നെയാണ് എല്ലാ കാര്യം ചെയ്യുക. അപ്പോൾ ആളുടെ ഗ്രോത്തിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പം ഇങ്ങനെ പോകുമ്പോഴാണ് അദ്ദേഹം BNI ചേർന്നത്. BNI ചേർന്നപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ബിസിനസ് കൂടിക്കൊണ്ടിരുന്നു, റെഫറൻസ് കിട്ടിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ സൂപ്പർ കമ്പ്യൂട്ടറിനെ മാനേജ് ചെയ്യുന്നതിൽ കൂടുതൽ ആൾക്ക് എന്തായി പ്രഷർ വന്നു തുടങ്ങി. സത്യം പറഞ്ഞാൽ രാമേട്ടൻ ഇപ്പോൾ ആ കാണുന്ന ചിത്രത്തിൽ പോകണം എപ്പോഴും രാമേട്ടന് ചിന്തയാണ്. ഇതുവരെ വളരെ സ്മൂത്തായി പോയ ആളെ സംബന്ധിച്ച് എപ്പോഴും ചിന്തിക്കും ആർക്കാ പൈസ കൊടുക്കാനുള്ള, ഇനി ആരെന്തെങ്കിലും ആരെങ്കിലും കിട്ടാണ്ടെന്ന കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുന്നു. ഇതുവരെ ആളുടെ സ്റ്റാഫ് വർക്ക് ചെയ്തിരുന്നത് വളരെ ലേസി ആയിട്ടായിരുന്നു. പെട്ടെന്ന് ആ സ്റ്റാഫിന് മാറാൻ പറ്റുന്നില്ല. ആളുടെ കമ്പ്യൂട്ടർ സിസ്റ്റം ഉണ്ടായിരുന്നു, സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ ആളത് യൂസ് ചെയ്യാത്തതുകൊണ്ട്, പ്രോപ്പറായിട്ട് യൂസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ കാര്യം വെച്ചുകൊണ്ട് ആൾക്ക് മാനേജ് ചെയ്യാൻ കഴിയുന്നില്ല. ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യണ ബിസിനസ്സുകാരെ നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മൾ തന്നെയായിരിക്കാം നമ്മൾ ആ സിറ്റുവേഷൻ കൂടി കടന്നു പോയിരിക്കും. ഞാൻ കുറച്ച് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിയൽ പ്രോഫിറ്റ് എപ്പോഴാണ് ലാസ്റ്റ് നോക്കിയത്? നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ അക്കൗണ്ടന്റിന്റെ ഹെൽപ്പില്ലാതെ നിങ്ങൾ എന്ന് നോക്കിയത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ നോക്കിയിട്ടുണ്ടോ? നമ്മുടെ അക്കൗണ്ടന്റിന്റെ ഹെൽപ്പില്ലാതെ നിങ്ങൾക്ക് നോക്കാൻ പറ്റിയിട്ടുണ്ടോ? നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കേണ്ടവരാണ്. ഡിസിഷൻ എടുക്കേണ്ട വരുമ്പോൾ ഈ നിമിഷം ഒരു ഡിസിഷൻ എടുക്കേണ്ട വരും. ഒരു റിപ്പോർട്ട് വേണം. നിങ്ങൾക്ക് ഒറ്റ ക്ലിക്കിന് ആ റിപ്പോർട്ട് കിട്ടുന്നില്ല. അടുത്ത മാസം ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഡിസിഷൻ കിട്ടാൻ ഒരു റെഫറൽ വന്നു. ആ റെഫറലിന്റെ കൊട്ടേഷൻ ഇന്ന് കൊടുക്കണം. ലീസ്റ്റായിട്ട് വളരെ നല്ലൊരു വർക്കാണ് അല്ലെങ്കിൽ നല്ലൊരു കമ്പനിയാണ്. അവിടെ വർക്ക് നിങ്ങൾക്ക് എന്തായാലും എടുക്കണം. ഇന്ന് കൊട്ടേഷൻ സബ്മിറ്റ് ചെയ്യണം. നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഓഫീസിൽ പോയി ഇരുന്നുകൊണ്ട് ഒറ്റ ക്ലിക്കിൽ ആ കൊട്ടേഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ട റിപ്പോർട്ട്സ് നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടുന്നില്ല. നിങ്ങൾ ചോദിക്കണം. നമ്മൾ ഓരോരുത്തർ ചോദിക്കേണ്ട ചോദ്യമാണ്. നമ്മുടെ ബിസിനസ് സിസ്റ്റത്തിലാണോ റൺ ചെയ്യുന്നത് അതോ നമ്മുടെ എംപ്ലോയീസിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ത്രൂ ആണോ റൺ ചെയ്യുന്നത്? നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണിത്. നമ്മളുടെ ബിസിനസ് റൺ ചെയ്യുന്നത് ഓൺ സിസ്റ്റമാണോ അതോ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് എംപ്ലോയീസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ നമ്മളെ തന്നെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടോ മുന്നോട്ട് പോകുന്നത് എന്നൊരു ചോദ്യം കൂടി ഞാൻ ചോദിക്കുകയാണ്. ഈ ചോദ്യത്തിനൊക്കെ ഉത്തരം നിങ്ങളൊന്ന് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ പലരും പറയുന്നതാണ് നല്ല സെയിലുണ്ട്, BNI നല്ല റെഫറൽ കിട്ടുന്നുണ്ട്, പക്ഷെ എനിക്ക് ഈ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഈ പൈസ അവിടെ പോകണം. ഈ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഈ പൈസ ഒക്കെ അവിടെ പോയി എന്നുള്ളത് പൈസ വരുന്നുണ്ട്. എൻ്റെ കണക്കിൽ ലാഭമുണ്ട് ബിസിനസ്, പക്ഷെ ഈ പൈസ എനിക്ക് കിട്ടുന്നില്ല, അല്ല പൈസ കാണുന്നില്ല. നമ്മൾ പലരും ചോദിക്കുന്ന ചോദ്യമാണ്. കറക്റ്റാണോ? ഞാൻ ഈ ചോദിച്ച ചോദ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള ചോദ്യങ്ങളാണോ? ഉണ്ടോ? ലാസ്റ്റ് നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ടോ? സ്വസ്ഥമായിട്ട് എന്ന് രാത്രി കിടന്നുറങ്ങാൻ കഴിയുന്നുണ്ടോ? ഇങ്ങനെയുള്ള അതായത് നമ്മുടെ ഈ ബിസിനസ് നമുക്ക് സ്ട്രെസ് തരുന്നുണ്ട് ഒരുപാട്. നമുക്ക് ഉറക്കം നഷ്ടപ്പെടുന്നു. എന്തെങ്കിലും കൃത്യമായിട്ട് ഉറങ്ങാതിരിക്കാൻ പല കാര്യങ്ങളും ചിലപ്പോൾ ഉറക്കത്തിൽ നിന്നൊരു ഞെട്ട് എഴുന്നിട്ടായിരിക്കും പല കാര്യം ഓർമ്മ വരാം. എങ്ങനെയാണ് നമ്മളുടെ ഇത് അതിനെപ്പറ്റി ചിന്ത വന്നു കഴിഞ്ഞാൽ അവിടെ ഉറക്കം നിന്നു, പിന്നെ ഉറങ്ങാതിരിക്കായിരിക്കും, സോഷ്യൽ മീഡിയ നോക്കിയിരിക്കായിരിക്കും. ഈ രീതിയിലാണോ നമ്മുടെ ബിസിനസ്? രാമേട്ടൻ എങ്ങനെയായിരുന്നു? രാമേട്ടൻ ഈ രീതിയിലാണ് ബിസിനസ് ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ പരിചയത്തിൽ ഈ വക ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കണക്ട് ചെയ്യാം. ഇവിടെയാണ് ഞങ്ങളുടെ പ്രസക്തി ഉള്ളത്.
ഇതുപോലെ ഫേസ് ചെയ്യണം, ഇഷ്യൂസ് ഫേസ് ചെയ്യണം. അത് ഇതുപോലത്തെ ചോദ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലോ നിങ്ങൾ പരിചയപ്പെട്ടുള്ള ആരെങ്കിലും ഉള്ളിലോ ഉണ്ടെങ്കിൽ, ഇങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് മാസിനെ പ്ലേസ് ചെയ്യാം. ഞങ്ങൾക്ക് അവിടെ ചെയ്യാൻ കഴിയും. ഞങ്ങൾ ചെയ്യുന്നതെന്നാണ് ട്രസ്റ്റഡ് സോഫ്റ്റ്വെയർ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ടാലി എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ആണ് ഞങ്ങൾ കൊടുക്കുന്നത്. ടാലിയുടെ സർട്ടിഫൈഡ് പാർട്ണറാണ്. ടാലി എന്ന് പറഞ്ഞാൽ 1980 മുതൽ മാർക്കറ്റിൽ നിലനിൽക്കുന്ന സോഫ്റ്റ്വെയർ ആണ്. 3 മില്യണിലധികം യൂസേഴ്സ് വേൾഡ് വൈഡ് ഉപയോഗിക്കുന്ന ട്രസ്റ്റഡ് സോഫ്റ്റ്വെയർ ആണ്. ആ സോഫ്റ്റ്വെയറിൽ ഞാൻ ഈ 25 വർഷമായി ടാലിയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. 25 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ടീമാണ് മാസം. അപ്പോൾ ട്രസ്റ്റഡ് സോഫ്റ്റ്വെയർ ആണ്, ട്രസ്റ്റഡ് പാർട്ണറാണ്. ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഈ പറയുന്ന പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കൊടുക്കാൻ കഴിയും. അപ്പം നമ്മൾ ഇതുവരെ ഞാനിപ്പോൾ ഒരുപാട് വിയനയിൽ ഇപ്പോൾ 5ാമത്തെ വർഷമാണ്. ഒരുപാട് പ്രസൻറ്റേഷൻസ് നടത്തിയിട്ടുണ്ട്. ടാലി എന്താണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതുപോലെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഈ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് വേണം? എന്നായിട്ട് 1 to 1 ചെയ്യാം. ഞാനതിന് സൊല്യൂഷൻ തരാൻ പറ്റും. എങ്ങനെ നമുക്ക് മാറാൻ പറ്റും? പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ ഒരു ബിസിനസ്സിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു പോയി കൃത്യമായി പോയി കഴിഞ്ഞാൽ വളരെ ഈസി ആയിരിക്കും. ഒരു പകുതിയിൽ നിന്ന് വരുമ്പോൾ നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും, ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. മനോജേൻ്റെ പോലെ ഞാൻ ഒരുപാടായി സ്ട്രഗിൾ ചെയ്യുന്നു. ഇപ്പോഴും ഞങ്ങളെ ഒരു റൂട്ടിലെത്തിയിട്ടില്ല. കാരണം കുറേ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇതിനെ കറക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ജോലിയാണ്. തുടക്കത്തിലാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ സൈത്തേട്ടൻ നമ്മൾ പുതിയ സ്റ്റെപ്പിലേക്ക് കടക്കാണ്. കഴിഞ്ഞതൊക്കെ വിട്ടു, ഇനി ഒന്നീന്ന് തുടങ്ങാനാണ് പറയുന്നത്. വളരെ ഈസിയാണ്. കഴിഞ്ഞ് നോക്കണ്ട, ഇനി കറക്റ്റ് ചെയ്തുകൊണ്ട് ഈ ഏപ്രിൽ മുതൽ മുന്നോട്ട് കറക്റ്റായിട്ട് പോകാന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. മനോജേൻ്റെ പ്രശ്നം വെച്ചാൽ അങ്ങനെ കളയാൻ പറ്റില്ല. മനോജേൻ്റെ റണ്ണിങ് പ്രൊജക്ട്സ് ആണ്. പലതും അവിടെ നിന്ന് തന്നെ നമുക്ക് എടുത്തതാണ്. അവിടെ നിന്ന് റൂട്ടീന്ന് കറക്റ്റ് ചെയ്ത് വരേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ കുറച്ചുകൂടി സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. സൈത്തേൻ്റെ അവിടെ കുറച്ച് സ്ട്രഗ്ലിങ് കുറവായിരിക്കും. നമുക്കൊരു കട്ടിംഗ് ഡേറ്റ് വെച്ചുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ പല ടൈപ്പ് ബിസിനസ്സും പല രീതിയിലായിരിക്കും നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടി വരാം. അപ്പോൾ ആ രീതിയിൽ നമുക്കിത് ഹാൻഡിൽ ചെയ്ത് സൊല്യൂഷൻസ് കൊടുക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ പ്രൊഡക്ട്സ് ആണ്, ടാലിയുടെ പ്രൊഡക്ട്സ് ആണ്. ടാലി സിൽവർ ഉണ്ട്, ടാലി ഗോൾഡ് ഉണ്ട്, ടാലിയുടെ സെർവർ എന്ന പ്രൊഡക്റ്റ് ഉണ്ട്, പിന്നെ ടാലി സോഫ്റ്റ്വെയർ സർവീസസ്, ടാലി ക്ലൗഡ് ഉണ്ട്. സർവീസസ് എന്ന് പറയുമ്പോൾ സോഫ്റ്റ്വെയർ സെയിൽസ് സർവീസ്, കസ്റ്റമൈസേഷൻസ് ഉണ്ട്, ഇൻ്റഗ്രേഷൻസ് ഉണ്ട്, പിന്നെ ട്രെയിനിങ്സും കൊടുക്കുന്നുണ്ട്, നമ്മൾ സർട്ടിഫിക്കേഷൻസ് കൊടുക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്ന കാര്യം. ഞങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റിയത് ഏത് മേഖലയായിട്ട് റീറ്റെയിലുള്ള ആളുകളെ കണക്ട് ചെയ്യാം, ഹോൾസെയിലേഴ്സിനെ കണക്ട് ചെയ്യാം, മാനുഫാക്ചേഴ്സിനെ കണക്ട് ചെയ്യാം, സർവീസ് ഇൻഡസ്ട്രി കണക്ട് ചെയ്യാം, ഏത് ബിസിനസ്സുകാരെയും നമുക്ക് കണക്ട് ചെയ്യാം. ഇവർക്കെല്ലാം വേണ്ട സൊല്യൂഷൻ നമുക്ക് കൊടുക്കാൻ കഴിയും. കാരണം 25 വർഷമായിട്ട് നമ്മളിങ്ങനെ പല മേഖലയിൽ ബിസിനസ്സുകാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഏത് ബിസിനസ്സുകാരെ കണക്ട് ചെയ്താലും അവർക്ക് വേണ്ട സൊല്യൂഷൻസ് കൊടുക്കാൻ കഴിയും. ഇനി ഞാൻ ഇതുപോലെ ഒരുപാട് തള്ളലല്ലേ, ഞാൻ ഇത്ര 25 കൊല്ലമായി ടാലി ഭയങ്കര സോഫ്റ്റ്വെയർ ആണെന്ന് പറഞ്ഞു. ഈ തള്ളലാണോ എന്ന് അറിയണമെങ്കിൽ ഇതുപോലെ ചെയ്യുന്ന, അതായത് കൃത്യമായിട്ട് ടാലി ഉപയോഗിച്ചുകൊണ്ട് ഡിസിഷൻസ് എടുത്ത് വളരെ സക്സസ്ഫുള്ളായി ബിസിനസ് റൺ ചെയ്യുന്ന ബിസിനസ്സുകാരെ കാണണമെങ്കിൽ എൻ്റെ കൂടെ വന്നേ കാണട്ടെ, എൻ്റെ കസ്റ്റമേഴ്സ് ഞാൻ കണക്ട് ചെയ്യാൻ തയ്യാറ്. അപ്പോൾ ഈ തള്ളലല്ല, റിയലാണെന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് പോയി ഫീൽ ചെയ്യാൻ ഞാൻ അവസരം എടുക്കാം. എൻ്റെ കൂടെ വരാം, എന്നായിട്ട് 1 to 1 ചെയ്യാം, നമുക്ക് അവിടെ പോയിട്ട് അവരെ കാണാം. അതുപോലെ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഇപ്പം നമുക്ക് സമയം ആ പരിമിതി ഉണ്ട്. എന്നായിട്ട് 1 to 1 ചെയ്യാം വളരെ കൃത്യമായിട്ട്. ഏത് ചോദ്യത്തിനും ഇപ്പം ഞാൻ കുറേ ചോദ്യമാണ് തന്നത്, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ എന്ത് ചെയ്യാറാണ്. താങ്ക് യു ഓൾ.